നമസ്കാരം. കെട്ടിടങ്ങളുടെ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം, ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നോക്കിയാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. അതെ. എന്തുകൊണ്ടാണ് ഈ വാട്ടർ പ്രൂഫിംഗ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? പലപ്പോഴും നമ്മളിതത്ര കാര്യമാക്കാറില്ല അല്ലേ? ഒരു വീട് പണിയുമ്പോഴും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോഴും. എന്നാണ് ഇതിന്റെ ശരിക്കുള്ള ആവശ്യം? ശരിയാണ്, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണിത്. പക്ഷേ കെട്ടിടത്തിന്റെ ബലത്തിനും ഈടിനും ഇത് വളരെ വളരെ അത്യാവശ്യമാണ്. ബലത്തിനോ? അതെങ്ങനെ? അതായത് ഇപ്പോ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണല്ലോ നമ്മുടേത്. ഈ വെള്ളം കോൺക്രീറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ ഉള്ളിലുള്ള സ്റ്റീൽ കമ്പികൾ തുരുമ്പെടുക്കാൻ തുടങ്ങും. ഓ, ശരി ശരി. അപ്പം ഈ കമ്പികളുടെ ബലം പോകും, കോൺക്രീറ്റിന്റെ ശക്തിയും കുറയും. ഇത് പിന്നെ കെട്ടിടത്തിന്റെ മൊത്തത്തിലുള്ള ആയുസിനെ തന്നെ ബാധിക്കും. വലിയ ക്രാക്കുകളൊക്കെ വരാം. ഹോ, അത് വലിയ പ്രശ്നം തന്നെയാണല്ലോ. ഈ ഘടനാപരമായ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ ഈ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, ഈ പൂപ്പൽ പോലെ. തീർച്ചയായും, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ചുമരിലൊക്കെ നനവ് തങ്ങി നിന്നാൽ അവിടെ പൂപ്പലും ഫംഗസും ഒക്കെ വളരാൻ തുടങ്ങും. നമ്മൾ കാണാറുണ്ടല്ലോ ഈ കറുത്ത പാടുകൾ പോലെ. അതെ, അത് തന്നെ. ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും പലതരം അലർജികൾക്കും ഒക്കെ കാരണമാകാം. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. നല്ലൊരു വീടെന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം കൂടി വേണ്ടേ? ശരിയാണ്. പിന്നെ അകത്തെ ഭംഗി പോകുമല്ലോ, പെയിന്റും തടിയുമൊക്കെ. ഉറപ്പായും. പെയിന്റ് ഇളകി വരുന്നത്, തടിപ്പണികൾ കേടാവുന്നത്, ഫർണിച്ചർ നശിക്കുന്നത്, ഇതൊക്കെ ഈ നനവ് കാരണമുണ്ടാകാം. ഒരു ചെറിയ ലീക്ക് മതി ചിലപ്പോ വലിയ നാശനഷ്ടങ്ങൾക്ക്. ഞാന് നിങ്ങളുടെ ഒരു കേസ് സ്റ്റഡി വായിച്ചപ്പോൾ അതിലെ ഈ തുടക്കത്തില് വാട്ടർ പ്രൂഫിങ്ങിന് കുറച്ച് പൈസ മുടക്കിയത് കൊണ്ട് പിന്നീട് വന്ന വലിയൊരു റിപ്പയർ ചിലവ് ഒഴിവായി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് സാമ്പത്തികമായി നോക്കുമ്പോഴും നല്ലതാണല്ലേ? അതെ, അതാണ് മറ്റൊരു പ്രധാന കാര്യം. തുടക്കത്തിൽ ചെയ്യുന്ന ചെറിയൊരു നിക്ഷേപം ഭാവിയിലുണ്ടായേക്കാവുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. മാത്രമല്ല, നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് ചെയ്ത കെട്ടിടത്തിന് വിപണിയിൽ നല്ല വിലയും കിട്ടും. പിന്നെ ചിലയിടങ്ങളിൽ ഇത് നിയമപരമായിട്ടും നിർബന്ധമാണ്. നിങ്ങളുടെ ഒരു സമ്മറിയിൽ കണ്ടു, ബേസ്മെന്റ്, ടെറസ്, ബാത്റൂം, വാട്ടർ ടാങ്ക്, ഇവിടങ്ങളിലൊക്കെ വാട്ടർ പ്രൂഫിംഗ് ഉറപ്പാക്കണമെന്ന് ചില ബിൽഡിംഗ് കോഡുകളിൽ പറയുന്നുണ്ട്. ശരി, അപ്പോ ഇതിന്റെ പ്രാധാന്യം ഏകദേശം വ്യക്തമായി. ഇനിയിപ്പോ ഏതൊക്കെ തരം മെറ്റീരിയൽസ് ആണ് ഇതിനുവേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ കുറെ പേരുകൾ കണ്ടു. സിമെന്റിഷ്യസ്, ലിക്വിഡ് മെംബ്രെയിൻ, അങ്ങനെ പലതും. ഒരുപാട് തരങ്ങളുണ്ട്. അത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, അവിടുത്തെ കാലാവസ്ഥ, നമ്മുടെ ബഡ്ജറ്റ്, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നോക്കാം. ഓക്കെ. ആദ്യത്തേത് സിമെന്റിഷ്യസ് വാട്ടർ പ്രൂഫിംഗ്. ഇത് സിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. സാധാരണ സിമെന്റ് പോലെയോ? ഏകദേശം. ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, വിലയും താരതമ്യേന കുറവാണ്. ബാത്റൂം, വാട്ടർ ടാങ്ക്, കെട്ടിടത്തിനകത്ത് ചുമരുകൾ, അതായത് അധികം വിള്ളലോ ചലനങ്ങളോ വരാത്ത സ്ഥലങ്ങളിൽ ഇത് മതിയാവും. ശരി. പക്ഷേ ടെറസ് പോലെ വെയിലും മഴയും നേരിട്ട് കൊള്ളുന്ന സ്ഥലങ്ങളിൽ ഇത് എത്രത്തോളം ഫലപ്രദമാവും? അതിന് വേറെന്തെങ്കിലും വേണ്ടി വരുമോ? നല്ല ചോദ്യമാണ്. അത്തരം സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ള മെറ്റീരിയൽ വേണം. കാരണം ചൂടും തണുപ്പും കാരണം പ്രതലത്തിന് ചെറിയ മാറ്റങ്ങൾ വരാം. അവിടെയാണ് ലിക്വിഡ് മെംബ്രെയിൻ നല്ലത്. ലിക്വിഡ് മെംബ്രെയിൻ? അതെ. ഇത് പോളിയൂറീതെയ്ൻ, അക്രിലിക് പോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള കോട്ടിങ്ങുകളാണ്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു പാളി പോലെയാകും. നല്ല വഴക്കമുള്ളതുകൊണ്ട് ചെറിയ വിള്ളലുകളെയൊക്കെ ഇത് അടച്ചോളും. മേൽക്കൂര, ബാൽക്കണി പോലെ കൂടുതൽ ഏരിയ ഉള്ള സ്ഥലങ്ങൾക്കും ഇത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലിക്വിഡ് മെംബ്രെയിൻ ചെയ്യുമ്പോൾ പ്രതലം നന്നായി ഒഴിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ അക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ശരിയാണ്, പ്രതലം ഒരിക്കൽ പ്രധാനം. ഇനി ഈ ബിറ്റുമിനസ് എന്ന് പറയുന്നതോ? അത് കൂടുതലും റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഒന്നല്ലേ? ബിറ്റുമൻ അല്ലെങ്കിൽ അസ്ഫാൾട്ട് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് കോട്ടിംഗായും ഷീറ്റായും കിട്ടും. ടോർച്ച് വെച്ച് ഉരുക്കിയൊട്ടിക്കുന്ന ഷീറ്റുകൾ മെംബ്രെയിൻ ഉണ്ട്. ഇത് സാധാരണയായി ഫ്ലാറ്റ് റൂഫുകൾ, ടെറസുകൾ, പിന്നെ കെട്ടിടത്തിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല ഈട് നിൽക്കും. അടിത്തറയ്ക്ക് ഇത് നല്ലതാണല്ലേ? അതെ, മണ്ണിനടിയിൽ ഈർപ്പം തടയാൻ ഇത് ഫലപ്രദമാണ്. പിന്നെ PU കോട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും, പോളിയൂരത്തേൻ. ലിക്വിഡ് മെംബ്രെയിനിൽ പറഞ്ഞ അതേ സാധനം. അതേ ഗ്രൂപ്പിൽപ്പെട്ടതാണ്.
പക്ഷേ PU കോട്ടിങ്ങുകൾ കുറച്ചുകൂടി കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിവുള്ളതും നല്ല ഫ്ലെക്സിബിളുമാണ്. അതുകൊണ്ട് പുറമേ കാണുന്ന ടെറസുകൾക്കും ബാൽക്കണികൾക്കും ഇത് കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. വേറെയും ചില പേരുകൾ കണ്ടു. EPDM, PVC, ക്രിസ്റ്റലൈൻ. ഇതൊക്കെ എന്താണ്? EPDM, PVC, TPO ഒക്കെ സിന്തറ്റിക് റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളാണ്. വലിയ വാണിജ്യ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും മറ്റും ഇത് ഉപയോഗിക്കാറുണ്ട്. നല്ല ഈട് നിൽക്കും, പക്ഷേ ചെലവ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഈ ക്രിസ്റ്റലൈൻ കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. അതെന്താണ്? അതെ, ക്രിസ്റ്റലൈൻ രീതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത് കോൺക്രീറ്റിൽ ചേർക്കുന്ന ഒരു മിശ്രിതമോ അഡ്മിക്സ്ചർ അല്ലെങ്കിൽ കോൺക്രീറ്റിന് മുകളിൽ പുരട്ടുന്ന കോട്ടിങ്ങോ ആകാം. ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ചെറിയ സുഷിരങ്ങളിൽ വെള്ളവുമായി പ്രവർത്തിച്ച് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കും. ഈ ക്രിസ്റ്റലുകൾ ആ സുഷിരങ്ങളെ അടയ്ക്കും. ഓഹോ, അപ്പോ വെള്ളത്തിന് പിന്നെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. മാത്രമല്ല, ഭാവിയിൽ ചെറിയ വിള്ളലുകൾ വന്നാൽ പോലും വീണ്ടും വെള്ളം വരുമ്പോൾ ഈ ക്രിസ്റ്റൽ വളർച്ച നടന്ന് അത് സ്വയം അടഞ്ഞോളും. കൊള്ളാലോ. ഇതെവിടെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്? ഇത് കൂടുതലും ബേസ്മെന്റ്, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് വളരെ കാലം ഈട് നിൽക്കും. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ശരിയായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം, അല്ലേ? ബാത്റൂമിന് സിമെന്റീഷ്യസ് മതിയാകും, പക്ഷേ ടെറസിന് ലിക്വിഡ് മെംബ്രെയിനോ PUവോ ബിറ്റുമിനസോ വേണ്ടിവരും. ബേസ്മെന്റിന് ക്രിസ്റ്റലൈനോ ബിറ്റുമിനസോ നല്ലതാണ്. അതെ, ഏകദേശം അങ്ങനെ പറയാം. പക്ഷേ കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എപ്പോഴും അവിടുത്തെ സാഹചര്യം, എത്രത്തോളം വെള്ളം വരാൻ സാധ്യതയുണ്ട്, ബഡ്ജറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാവണം. പിന്നെ ചെയ്യുന്ന ആളിന്റെ വൈദഗ്ധ്യവും പ്രധാനമാണ്. അത് ശരിയാണ്. മെറ്റീരിയൽ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. പിന്നെ നിലവിലുള്ള ചോർച്ച അടയ്ക്കാൻ ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് പോലുള്ള പ്രത്യേക രീതികളുമുണ്ട്. നിങ്ങളുടെ റിപ്പയർ സംബന്ധിച്ച നോട്ടുകളിൽ അത് പറയുന്നുണ്ട്. ശരി, അപ്പോൾ കാര്യങ്ങൾ ഒരുവിധം വ്യക്തമായെന്ന് കരുതുന്നു. ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് കെട്ടിടത്തിന്റെ ആരോഗ്യത്തിനും അതിന്റെ ഈടിനും പിന്നെ നമ്മുടെ പോക്കറ്റിനും വാട്ടർ പ്രൂഫിംഗ് ഒരു ഓപ്ഷനല്ല, അതൊരു ആവശ്യകതയാണ്. തീർച്ചയായും അതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. ശരിയായ മെറ്റീരിയൽ തെരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അത് ചെയ്യുന്നത് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യും. അപ്പോ ഇന്നത്തെ ഈ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മഴ കൂടുന്നു, വെള്ളപ്പൊക്ക സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തില് ഭാവിയിൽ ഈ വാട്ടർ പ്രൂഫിംഗ് രീതികളിൽ ഇനിയും എന്ത് മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങൾ ആവശ്യമായി വരും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു ചിന്തയ്ക്ക് വിടുന്നു.